കോട്ടയത്ത് ഭിന്നശേഷിക്കാരായ 10 കുട്ടികൾ ഒരു വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. വേമ്പനാട് കായൽ നീന്തി മുറിച്ചു കടന്ന് റെക്കോർഡിടാനാണ് ശ്രമം. അതിനായുള്ള തീവ്ര പരിശ്രമത്തിലാണ് ആ കുഞ്ഞുങ്ങൾ. പരിശീലനം തകൃതിയായി നടക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരുക്കങ്ങളാണ്. ഇനിയുള്ളത് അവസാനഘട്ട പരിശീലനം മാത്രം. രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂറോളം സമയമാണ് ഇവർ പരിശീലനത്തിനായി മാറ്റിവെക്കുന്നത്. വേമ്പനാട്ട് കായൽ നീന്തി കടക്കുക, അതാണ് ലക്ഷ്യം. വേമ്പനാട്ട് കായലിന് കുറുകെ അമ്പലക്കടവ് മുതൽ വൈക്കം ബോട്ട് ജെട്ടി വരെയാണ് കുട്ടികൾ നീന്തുന്നത്. 7 കിലോമീറ്റർ ദൂരമാണ് കായലിന് കുറുകെ ഈ ഭാഗത്തുള്ളത്. ഏകദേശം 300ഓളം കുട്ടികളാണ് സ്വിമ്മിംഗ് തെറാപ്പി പൂർത്തിയാക്കിയിട്ടുള്ള വിവിധ സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ ഉള്ളത്. 10ഓളം കുട്ടികൾ പങ്കെടുക്കുന്നവർ മീനച്ചിലാറിൽ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ എല്ലാ ദിവസവും ഒരു മിനിമം 3 കിലോമീറ്റർ മുതൽ നീന്തി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് 1 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിൽ തുടർച്ചയായിട്ട് നീന്താൻ ഉള്ള ശേഷിയുണ്ട്. നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓട്ടിസം, ADHD, ADD തുടങ്ങിയ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് 10 പേരിലുള്ളത്. പുതിയൊരു റെക്കോർഡിലേക്ക് കുട്ടികൾ നീന്തിക്കയറുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് രക്ഷിതാക്കളും. ഇവിടെ ചേർത്ത് 2ാമത്തെ ദിവസം മുതൽ തന്നെ അവൻ നന്നായിട്ട് ഉറക്കം അല്ലെങ്കിൽ അറ്റൻഷന്, ഐ കോണ്ടാക്ട് ഇതെല്ലാം മെല്ലെ 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 വന്ന് സാധാരണ നോർമൽ കുട്ടികളെ പോലെ തന്നെ അതിലൊക്കെ 3 ദിവസം കൊണ്ട് അവൻ സ്വിമ്മിങ് പഠിച്ചു. ഒരുവിധം ഈ ഓട്ടിസം പോലെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും 3rd ഡേ നീന്തിയിരിക്കും, അത് ആരായാലും. അങ്ങനെയാണ് സാറ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് മത്സരിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. 2 കിലോമീറ്ററിലധികം ദൂരം നീന്തിയിട്ടുള്ള ആളുകൾ ഇപ്പോഴേ ഈ കൂട്ടത്തിലുണ്ട്. കുട്ടികൾക്കൊപ്പം കായലിന് കുറുകെ നീന്താൻ പരിശീലകരും ഉണ്ടാകും. ഈ മാസം 13-നാണ് കുരുന്നുകൾ വേൾഡ് റെക്കോർഡിനായി വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങുന്നത്. റിപ്പോർട്ടർ, കോട്ടയം.